ഷോർ ഓഫ് ഗ്രേസിൻ്റെ 18ാമത്തെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രോഗ്രാം കൂടി ചെയ്യുവാൻ അനുവദിച്ച യേശു കർത്താവിന് എല്ലാ നന്ദിയും ആരാധനയും അർപ്പിക്കും. യേശുനാഥൻ്റെ കരുതലിൻ്റെ, സാമീപ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ വിവരണമാണ് ഞാൻ ഇന്ന് പാടുന്ന ഗാനം. അതിങ്ങനെയാണ്: എന്നെന്നും കരുതുന്നോൻ യേശു, എന്നെന്നും കാക്കുന്നോൻ യേശു. ഈ ഗാനം എഴുതിയതായി കാണുന്നത് പാസ്റ്റർ ലിറ്റി കുര്യൻ, ഓസ്ട്രേലിയ ആണ്. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ ഗാനം. പ്രിയ ദൈവദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൈവ പൈതലിന് ജീവിത സാക്ഷ്യമായി പാടാൻ കഴിയുന്ന ഒരു ഗീതമാണിത്. എൻ്റെ ജീവിതത്തിൽ വളരെ ആപ്റ്റായി പറയാൻ പറ്റുന്ന ഒരു ഗാനം. ഇങ്ങനെ ചിന്തിക്കുന്നവർക്ക്, ഇങ്ങനെ പാടാൻ കഴിയുന്നവർക്ക് വലിയ പരാതികളൊന്നും പറയുവാൻ കാണില്ല. കാരണം ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ തങ്ങളുടെ ലൈഫിൽ ഒന്നും വരികയില്ലല്ലോ. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും യേശു മതിയായവൻ തന്നെയാണ്. പട്ടിണിയിൽ, ആപത്തിൽ, ദുഃഖത്തിൽ, ഉഷസ്സിൻ്റെ അവസ്ഥയിൽ, സന്ധ്യയുടെ അവസ്ഥയിൽ, ഇരുളിൻ്റെ അവസ്ഥയിൽ, നല്ല പ്രകാശത്തിൻ്റെ അവസ്ഥയിൽ എൻ്റെ യേശു മതിയായവൻ തന്നെയായിരുന്നു. ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിൻ്റെ അവസാന സ്റ്റാൻസയിലേക്ക് വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു മുഖമുണ്ട്. ഒരു ലിസിമാമ്മ. ജീവസന്ദേശം റേഡിയോ TV പ്രോഗ്രാമുകളിൽ ദൈവത്തിൻ്റെ വചനം ക്രമീകൃതമായി പഠിപ്പിക്കുന്ന ബ്രദർ ജോർജ് ഫിലിപ്പ് സാറിൻ്റെ ഭാര്യയാണ് ഈ ലിസിമാമ്മ. ആ പ്രിയ സഹോദരി അനുഭവിച്ച, പൊക്കൊണ്ടിരിക്കുന്ന വഴികൾ, യേശുനാഥൻ്റെ സാമീപ്യം, യേശുനാഥൻ്റെ കൃപാ കടാക്ഷത്തിൻ്റെ ആഴം അവിടെ കാണാവുന്നതാണ്. ഒരിക്കലും ഒരു പരാതി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടില്ല. കഴിഞ്ഞ 37 വർഷങ്ങളിലായി ജോർജ് ഫിലിപ്പ് സാറും ആ കുടുംബവുമായുള്ള ആത്മബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ സങ്കട ജീവിതത്തിലെ വല്ലാത്ത ഒരു ദുഃഖ സമയത്ത് ഈ അമ്മാമ്മ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു: പ്രസാദേ, നമ്മുടെ ദുഃഖം അത് മനുഷ്യരുടെ മുമ്പിൽ കാണിക്കരുത്, അതാർക്കും മനസ്സിലാകത്തില്ല എന്നും. എന്നാൽ നമ്മുടെ ഞരക്കങ്ങൾ, ദീർഘനിശ്വാസങ്ങൾ അറിയുന്ന യേശു കർത്താവുണ്ട്. സോ എല്ലാ കാലത്തും യേശു മതിയായവൻ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. കാരണം ഈ ജീവിതം അത് ദൈവം തന്ന ദാനമാണ്. കുശവന്റെ കയ്യിലെ വെറും കളിമണ്ണ് പോലെയാണ് നമ്മൾ. സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളതല്ലാതെ മറ്റെന്താണ് സൃഷ്ടികളാകുന്ന നമുക്ക് ചെയ്യാനുള്ളത്? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറയുന്നതും നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകട്ടെ എന്നാണല്ലോ. പ്രിയരെ, ഈ ഗാനം കേൾക്കുമ്പോൾ, അതിൻ്റെ വരികളിലൂടെ കടന്നു പോകുമ്പോൾ, എല്ലാ അവസ്ഥകളിലും ഏറ്റവും മതിയായവനായ യേശുനാഥൻ്റെ കരുണയെയും കൃപയെയും ഓർത്ത് സ്തുതിക്കുവാൻ സാധിക്കുമോ? കാലം എന്തായാലും യേശു അനന്യൻ തന്നെ. നമുക്കൊരുമിച്ച് പാടാം: എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. നിങ്ങളുടെ പ്രിയ സഹോദരൻ പ്രസാദ് കറുകയിൽ. എന്നെന്നും കരുതുന്നോനേശു, എന്നെന്നും കാക്കുന്നോനേശു, എന്നെന്നും കരുതുന്നോൻ യേശു, എന്നെന്നും കാക്കുന്നോനേശു. എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ. എൻ്റെ എല്ലാ കാലത്തും യേശു മതിയായവൻ.
വരണ്യൻ തന്നെ